കെ സുധാകരനെ വൻ സ്വീകരണമൊരുക്കാൻ അനുയായികൾ. ദില്ലിയിൽ നിന്ന് നാളെ കണ്ണൂരിലെത്തുന്ന സുധാകരനെ വമ്പൻ സ്വീകരണമാണ് ഒരുക്കുന്നത്. എയർപോർട്ട് മുതൽ റോഡ് ഷോ ആയി സ്വീകരിക്കാനാണ് ആലോചന. ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതകൾക്കൊടുവിലാണ് സുധാകരനെ കണ്ണൂർ സീറ്റ് നൽകുന്നത്. പാർട്ടിയോട് ഇടഞ്ഞ സുധാകരനെ കണ്ണൂർ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. കടുത്ത അതൃപ്തിയിൽ തുടരുകയായിരുന്ന സുധാകരൻ അവസാന ഘട്ടത്തിലും അനുനയത്തിന് വഴങ്ങിയിരുന്നില്ല. ഒടുവിൽ കണ്ണൂരിൽ സീറ്റ് നൽകി പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. കെ സുധാകരന്റെ ആവശ്യത്തിൽ വീണ്ടും ചർച്ച നടത്തുവാനും സീറ്റ് സുധാകരന് നൽകാനുമാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. നിലവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ടി.ഒ. മോഹനനെ മാറ്റിയായിരിക്കും സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക. എ.കെ. ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഇടപെടലിന് ഒടുവിലാണ് സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകുന്നതിന് തീരുമാനമായത്. സുധാകരനുമായി സംസാരിച്ചെന്ന് വ്യക്തമാക്കി എ.കെ. ആന്റണി രംഗത്തെത്തി. കടുത്ത നീക്കം പാടില്ലെന്ന് സുധാകരനോട് അഭ്യർത്ഥിച്ചെന്നും മൂന്നായി പിണറായി സർക്കാർ വരരുതെന്നും എ.കെ. ആന്റണി പറഞ്ഞു. 2 ദിവസം മുമ്പാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയിൽ ചർച്ചയ്ക്കായി സുധാകരൻ ദില്ലിയിലെത്തിയത്. മണിക്കൂറുകൾ നീണ്ട മാരത്തൺ ചർച്ചയിലും എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ലെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കെ സുധാകരന് സീറ്റ് നൽകുവാൻ ഹൈക്കമാൻഡിൽ തീരുമാനമായെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് കെ സുധാകരൻ നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ട്.